Assalamu alaikum warahmatullah. Alhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa ashabihi ajma'in. Amma ba'd. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Liyawmil 'azim yawma yaqumun nasu lirabbil alamin. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മറ്റു സഹപ്രവർത്തകരെ, ഇതൊരു പുതിയ രീതിയിൽ കൂടിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകളും കുറവുകളും ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടുക, തിരുത്താൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടിയോട് ഇതിൽ ഒരുപാട് കോളത്തിൽ ചില സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരല്ല, മറിച്ച് നാളെ നമ്മൾ കണ്ടുമുട്ടേണ്ട, അഭിമുഖീകരിക്കേണ്ട, പ്രവേശിക്കേണ്ട ചില സ്ഥലങ്ങളുമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, പ്രവേശിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? സ്വർഗം. മാഷാ അല്ലാഹ്. എന്തുകൊണ്ടാണ് സ്വർഗം നമുക്ക് ഇഷ്ടപ്പെടാൻ കാരണം? അവിടെ 3-4 കാര്യങ്ങളുണ്ട്. എണ്ണിയാൽ ഒതുങ്ങാത്ത അനുഗ്രഹങ്ങൾ, പിന്നെ മരണമില്ല, രോഗമില്ല, വാർദ്ധക്യമില്ല. പക്ഷെ ഈ രീതിയിൽ നമ്മൾ പ്രവേശിക്കുവോ? ഇല്ല. നമ്മളെ സൽക്രമം, നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം, നമ്മുടെ അമലുകൾ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ രീതി അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചാൽ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറട്ടെ. ഇതിന്റെ വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് പറ്റുകൊടുത്തിങ്ങനെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, കാണില്ലേ? ഒന്നാമത്തെ, മനുഷ്യൻക്ക് 4 സ്ഥലങ്ങളിലാണ് അള്ളാഹു പാർപ്പിടം ഒരുക്കിയിട്ടുള്ളത്, താമസസ്ഥലം. കാണാൻ കൂടി കാണാം. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ, മാതാവിന്റെ ഗർഭപാത്രത്തിലായിരുന്നു നമ്മൾ ആദ്യത്തെ താമസസ്ഥലം. ചുരുങ്ങിയത് എത്ര മാസം അവിടെ ഉണ്ടായിരുന്നു? 9 അല്ലെങ്കിൽ 10 മാസം. പിന്നെ അള്ളാഹ് കൊണ്ടുവന്നു ഭൂമിയിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെറിയൊരു താമസസ്ഥലമാണ് അള്ളാഹ് ഒരുക്കിയത്. എന്തിനു വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു? ഖുർആൻ പറഞ്ഞ മറുപടി, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളെന്തിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി. ഇതൊരു ഈ കളം പരീക്ഷണത്തിന് വേണ്ടിയാണ്. അധിക പേരും ഇന്ന് ഇവിടെ തന്നെ വഞ്ചിതനാണ്. പിശാചിന്റെ ദീൻ, പിന്നെ ഭൂമിയിലെ ആഡംബര സുഖങ്ങളും അള്ളാഹനെ മറന്നിട്ടുള്ള താൽക്കാലിക ഒരു ഇടം തന്നതാണ് അള്ളാഹു. ആ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അധിക സമയം ഭൂമി ചെലവാക്കുന്നു സമാധാനം കണ്ടെത്താൻ. അടുത്തത് വീട്ടിലേക്ക് ഒരുങ്ങാനുള്ള സ്ഥലമാണ് ബർസഖ്, അതായത് ഖബർ. ഈ ഭൂമിയിൽ വിട പറയുമ്പോൾ അള്ളാഹുവിനോട് കെഞ്ചി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, റബ്ബി അർജൂൻ, റബ്ബി അർജൂൻ. അത്രമാത്രം ഗൗരവമേറിയ അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവസാന ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് റബ്ബിനോട്, അള്ളാഹുവേ ഒന്ന് തിരിച്ചിങ്ങത്താ. എന്തിനാണ് ഈ ചുരുങ്ങിയ കാലം നമുക്ക് തന്നത്? ഞാൻ ചെയ്യാൻ വിട്ടുപോയ സൽക്കർമ്മങ്ങൾ, അള്ളാഹുവേ ഇന്ന് വരെ ഞാൻ ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു, എന്റെ മക്കൾക്ക് വേണ്ടിയായിരുന്നു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയായിരുന്നു. എന്നാൽ റബ്ബേ, നാളെ എനിക്ക് വേണ്ടി ജീവിക്കാൻ കുറച്ച് സമയം. അള്ളാന്റെ മറുപടിക്കല്ല, ഇല്ല കേട്ടോ, തന്നിരുന്നു ഞമ്മക്കൊക്കെ. 35 വർഷം, 40 വർഷം, 50, ഈ സമയം നമ്മൾ എന്തിന് ചെലവഴിച്ചു? നാളെ പരലോകത്തെത്തുമ്പോ മനുഷ്യൻ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, യഖൂലു യാ ലൈതനി ഖബ്തംതു ലിയായാതി. മുന്നേക്ക് നാളേക്ക് വേണ്ടി സൽക്രമങ്ങൾ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്ത വീട്ടിലേക്കുള്ള പ്രവേശനമാണ്. പിന്നെ ഖബർ ഇടുങ്ങിയതാണ്. നമുക്കറിയാം, ഖബർ എന്ന് കേട്ടാൽ തന്നെ നമുക്ക് കണ്ടാൽ പേടിയാവും. ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബറിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നു. നമുക്കറിയാം, സഅദ് മുആദിന്റെ മരണവാർത്ത അറിഞ്ഞപ്പോ അള്ളാന്റെ അർശ് പോലും കിടുങ്ങി. 70,000 മലക്കുകൾ ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അള്ളാന്റെ റസൂൽ നമസ്കാരത്തിന് നേതൃത്വം നൽകി. പിന്നെ അള്ളാന്റെ റസൂൽ ഖബറിലേക്ക് വെക്കുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, സഹാബാക്കളെ, ഖബറിൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ബിൻ മുആദ് എന്നാണ്. അപ്പൊ അത്രയും ഗൗരവമേറിയ, എത്ര കാലം കെടുക്കണം എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ നിന്നുണ്ട് ഒരു എന്നേക്ക്, ഇവിടത്തെ കെടുത്തെന്ന് വെച്ചാൽ, ഈ പാർപ്പിടെന്ന് വെച്ചാൽ നരകത്തിലെ കാഴ്ചകൾ കണ്ട് കെടുക്കുന്ന വീടാണ്. ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ഒരു ദിവസം പറയുന്നത് ഖുർആൻ, കാളത്തിൽ ഊതപ്പെട്ടാൽ സർവ്വ മനുഷ്യരും എഴുന്നേറ്റ് ഓടുന്ന ദിവസം. അത് വല്ലാത്തൊരു ഓട്ടമാണ്. ആദിനബിയുടെ കാലം മുതൽ അവസാന മനുഷ്യൻ വരെ കിടന്നോടുന്ന ദിവസം. എഴുന്നേറ്റ് ഓടി
വല്ലാത്ത പപ്രാളം പിടിച്ച് ഓടുന്ന എത്തുന്ന ദിവസമാണ് ഞാൻ ഓതി വെച്ചാൽ സർവ്വ മനുഷ്യരും സർവ്വലോക രക്ഷിതാവിന്റെ മുന്നിൽ വന്നിക്കുന്ന ദിവസം. നമ്മൾ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നത് പ്രതിഫല നാളിന്റെ ദിനത്തിൽ നോക്കുക. അവിടെ ഉള്ളത് 50,000 വർഷം തലക്ക് മീതെ സൂര്യൻ. ഇവിടുത്തെ ഒരു ദിവസം ഭൂമിയിലെ കണക്കനുസരിച്ച് 50,000 കൊല്ലം എവിടെ നിൽക്കണം? അസറയിൽ നിൽക്കണം. വല്ലാത്ത പ്രയാസം അറിയാം. നമുക്കറിയാം, കല്യാണം കഴിഞ്ഞ് 25 വയസ്സുള്ള സ്ത്രീ 2 മക്കളെ ഭർത്താവ് മരിച്ചപ്പോ മക്കളെ ഓർത്തിട്ടുണ്ട്, എനിക്ക് വേറെ ജീവിതം വേണ്ടതാണ്. വേറെ വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് വേണ്ടതാണ്. ആ സ്ത്രീ അടക്കം അസറയിൽ വരുമ്പോ ആ മക്കളുണ്ട് അവിടെ, ചോദിക്കുന്നില്ല ഉമ്മ എന്ത് പറ്റി, എന്താണ് അത്രമേറിയ ഗൗരവമേറിയ ദിവസമാണ് മത്സര. ഇവിടുന്നും തിരിക്കേണ്ടതുണ്ട് അവസാന വീട്ടിലേക്ക്. ഇതോടുകൂടി കാലങ്ങൾ അവസാനിച്ചു. അടുത്തത് നരകമാണ്. അതിഭയങ്കരമായ ജ്വലിക്കുന്ന തീ. അല്ലാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്റെ മൂത്താപ്പ അബൂ ത്വാലിബിന്. കാല് 2 പാദരക്ഷ വെച്ചാൽ തലച്ചോറ് തിളച്ചു മറിയുന്ന നരകം. സുഹൃത്തുക്കളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ കിട്ടിയ ചെറിയ സമയമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്. ഈ ഭൂമിയോട് മക്കൾക്കും ഭാര്യക്കും വേണ്ടി നമസ്കാരമില്ല, ദിക്റില്ല, നോമ്പില്ലാതെ കഴിഞ്ഞു കൂട്ടുന്ന ദിവസം. ഇനി നോക്കേണ്ടത്, ഇനിയാണ് പോയിന്റിലേക്ക് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ എത്ര കാലമില്ല. ഇവിടെ ലാ യമൂതു ഫിയാ വലാ യഹിയ. അവിടെ ജീവിതമില്ല, മരണവുമില്ല. അടുത്തത് ഒരു ദിവസം 50,000 ദീർഘമുള്ള ഒരു ദിവസം. തലക്ക് മീതെ സൂര്യൻ. ഇവിടെ എത്ര കാലം? അല്ലാഹു അലം. ഖബറ് എത്ര കാലം? നരകത്തിലെ കാഴ്ചകൾ കണ്ട് കിടക്കേണ്ടി വരുന്ന കാലം എത്ര? 5,000 ആണോ 10,000 ആണോ ലക്ഷമാണോ? അല്ലാഹു അലം. ഈ ഘട്ടങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നിൽക്കുക. ഈ ഘട്ടങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടവരാണ് നാളെ. പക്ഷേ ഇങ്ങോട്ട് നോക്കി, അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് തന്ന ടെസ്റ്റ് എത്ര ചെറുതാണ് ശ്രദ്ധിച്ചോ. ചുരുങ്ങിയ കാലാണ്. 60ഓ 70ഓ. എനിക്ക് 36 വയസ്സായി. ഇതിനുള്ള റബ്ബ് തന്ന ഈ ചുരുങ്ങിയ കാലം എന്ത് പ്രവർത്തിച്ചു? ഒരുപാട് ക്ലാസ്സുകൾ കേട്ടു, ഒരുപാട് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തു, ഒരുപാട് മലയാള കുത്തുകൾ കേട്ടു. എന്ത് മാറ്റമുണ്ട് നമ്മുടെ സ്വഭാവത്തിൽ. ഇത്രയും ചെറിയ ടെസ്റ്റിൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ അള്ളാഹിനെ സ്നേഹിക്കുവാനും അവനെ ഓർക്കുവാനും അവന്റെ മതം അനുസരിച്ച് ജീവിക്കാനും സാധിച്ചില്ല. ഇവിടെ സുഹൃത്തുക്കളെ, ഇവിടെ മാത്രം പരീക്ഷണമുള്ളൂ. ഇവിടെ താടി വെച്ചാൽ മതി, ഇവിടെ നിര്യാണിന്റെ നേരെ ഡ്രസ്സ് ധരിച്ചാൽ മതി, ഇവിടെ നമസ്കരിച്ചാൽ മതി. ഇവിടെയുള്ളൂ പിശാചിന്റെ പ്രശ്നം. ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പരീക്ഷണം അവസാനിച്ചു. ഇവിടെ മാത്രമാണ്. ഇവിടെ അല്ലേ അള്ളാഹ് പറഞ്ഞ പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നമ്മൾ സൃഷ്ടിച്ചത്. ഇവിടുന്ന് നല്ല സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എളുപ്പമായിരിക്കും. ഈ നരകത്തിൽ നിന്ന് 70 വർഷത്തെ വൈദൂരം കിട്ടും. ഒരു സുന്നത്ത് നോമ്പെടുത്താൽ, ഒരു നോമ്പെടുത്താൽ. ഭൂമിയിലാട്ടെ എത്ര സമാധാനമുണ്ട്. 2 കാര്യം 3 കാര്യം അള്ളാഹ് ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. എന്താ? എത്ര എല്ലാ സുഖം കിട്ടിയാലും 3 കാര്യം അള്ളാഹ് വെച്ചിട്ടുണ്ട്. ഒന്ന്, മരണമുണ്ട്, രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്. ഇത് 3 മനുഷ്യനെ സമാധാനം കെടുത്തും. എന്നാൽ സ്വർഗത്തിലാവട്ടെ ഇത് 3 എടുത്തു കളഞ്ഞ് എന്താണോ മനസ്സിൽ കരുതുന്നത് അതനുസരിച്ച് നമ്മൾ ഇവിടെ കിട്ടും. ഇവിടെ നമ്മളനുസരിച്ച് ജീവിച്ചാൽ ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചതും ഞാൻ ജീവിച്ച് മനസ്സിൽ ആഗ്രഹിച്ചും ഒന്നും ഭൂമിയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ആവട്ടെ നമ്മൾ എന്താണോ മനസ്സിൽ കരുതുന്നത് അത് കിട്ടും. അതാണ് സ്വർഗം. ഇത് നേടിയെടുക്കണം. അള്ളാഹ് പറഞ്ഞ ഏറ്റവും ബുദ്ധിമാരാരാ? ഇത് 3 ചിന്തിച്ച് ജീവിക്കുന്നവരാണ്. ഇത് 3 ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാർ. നേടിയെടുക്കണം. ഇതിനു വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ച്. നോക്കി നിങ്ങൾ, സ്വർഗത്തിന്റെ വാതിൽ എത്ര? 8 ഡോറാണ്. അള്ളാഹ് കൂടുതൽ ജനങ്ങൾ എങ്ങോട്ട് പ്രവേശിക്കാനാണ് ഇഷ്ടം? അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നതിന് എന്തിനാ? സ്വർഗത്തിന് വേണ്ടിയാണ്. നരകമാവട്ടെ ഉള്ളൂ. കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക. കിട്ടിയ ജീവിതം ജനിക്കുന്നത് നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല, മരിക്കുന്നതും നമ്മുടെ തീരുമാനം അനുസരിച്ചല്ല. ഇന്ന് അതിന്റെ അടുക്ക് കിട്ടിയ ജീവിതം നമുക്ക് ചിന്തിക്കുക, നമുക്ക് പ്രവർത്തിക്കുക, നല്ല മുസ്ലിമായി മരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആഖിറു ദഅവാനാ